CPM നേതൃത്വത്തിന്റെ അനുനയത്തിന് വഴങ്ങാതെ ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കാതെ മൗനം അദ്ദേഹം തുടരുകയാണ്. അടുത്ത ദിവസം ആലപ്പുഴയിലെത്തുന്ന മുഖ്യമന്ത്രി ജി സുധാകരനെ അനുനയിപ്പിക്കാൻ ഇടപെടുമോ എന്നതാണ് ഏറ്റവും വലിയ ആകാംക്ഷ. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന ശക്തമായ പ്രചാരണമുണ്ടെങ്കിലും ജി സുധാകരൻ ഇതുവരെ അതിനോടൊന്നും പ്രതികരിച്ചിട്ടില്ല. TV പ്രസാദ് വിവരങ്ങൾ നൽകും. പ്രസാദ്, ഗുഡ് മോർണിംഗ്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. ജി സുധാകരനുമായി ബന്ധപ്പെട്ട് നമുക്ക് കേട്ടിരുന്ന ഏറ്റവും ഒടുവിലത്തെ വാർത്ത എന്നുള്ളത് MV ഗോവിന്ദൻ വിളിച്ചു. MV ഗോവിന്ദൻ തന്റെ ചിരി അങ്ങയെ പരിഹസിച്ചുള്ള ചിരിയല്ല എന്ന് പറഞ്ഞു എന്നൊക്കെ ആയിരുന്നല്ലോ. എന്തായിരുന്നു ജി സുധാകരന്റെ മറുപടി എന്ന് നമുക്ക് അറിയാനായിട്ടില്ല. പക്ഷെ അദ്ദേഹം പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? ഗുഡ് മോർണിംഗ് സ്മൃതി. പാർട്ടി അംഗത്വം പുതുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് നിലവിൽ ജി സുധാകരൻ ഉള്ളത് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ നേരത്തെ പാർലമെന്ററി ജനാധിപത്യ രംഗത്ത് നിന്ന് മാറിയ ജി സുധാകരനെ പിന്നീട് CPIM നേതൃത്വം നല്ല രീതിയിലല്ല കൈകാര്യം ചെയ്തത് എന്നൊരു ചിന്ത ജി സുധാകരനിൽ നേരത്തെ ഉണ്ട്. മാത്രവുമല്ല, നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടതാണ്. ആലപ്പുഴയിലെ വലിയൊരു വിഭാഗം സൈബർ സഖാക്കൾ അവർ ജി സുധാകരനെതിരായി വളരെ മോശപ്പെട്ട കമന്റുകൾ പലയിടങ്ങളിലായി എഴുതി വയ്ക്കുന്നത് എല്ലാവരും കണ്ടതാണ്. അത് പല സമയങ്ങളിലായി പരസ്യമായി അന്ന് ജി സുധാകരൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതിനിടയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട CPIM സംബന്ധിച്ച് മെമ്പർഷിപ്പിന്റെ പുതുക്കൽ സമയം വരികയും ചെയ്യുന്നത്. ആ ഇടയ്ക്കാണ് മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല എന്ന തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന് കാരണമായി പറഞ്ഞത് MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പുച്ഛവും പരിഹാസവുമാണ്. ജി സുധാകരനെ കുറിച്ചുള്ള ചോദ്യത്തോടുള്ള മറുപടിയും പിന്നീടുണ്ടായ ചിരിയുമാണ് ജി സുധാകരനെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. അക്കാര്യം താൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല എന്ന് MV ഗോവിന്ദൻ തിരിച്ചു പറയുകയും ചെയ്തു ജി സുധാകരനെ വിളിച്ചു തന്നെ. പക്ഷെ എന്നാലും വഴങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. സ്മൃതി, CPIM-ൽ ജി സുധാകരന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് മുതിർന്ന നേതാവ് MA ബേബിയാണ്. MA ബേബി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നും നടക്കില്ല എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒരു പക്ഷേ ഇനിയിപ്പോൾ വഴങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതാണ് എല്ലാവരും. പാർട്ടിക്കെതിരായി ജി സുധാകരൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് കൂടിയാണ് MA ബേബി പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നു, പാർട്ടിക്കെതിരായി ഞാനൊന്നും ചെയ്തില്ല, മാത്രമല്ല ഞാൻ വേറൊരു പാർട്ടിയിൽ ചേരുന്നുമില്ല, പാർട്ടി അംഗത്വത്തിൽ നിന്ന് ഒഴിവാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ രാഷ്ട്രീയ ധാരണകളൊന്നും ഇല്ലാതാകുന്നില്ല. ഇതൊന്നും പക്ഷേ ഒരു സ്വതന്ത്രനാകുന്നതിന് തടസ്സമല്ല അല്ലേ? പാർട്ടിയിൽ നിന്ന് അംഗത്വം പുതുക്കുന്നില്ല, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നില്ല, അത്രേ പറഞ്ഞു വെക്കുന്നുള്ളൂ. അത് ഇതുവരെ ക്ലിയറാണ് സ്മൃതി, വളരെ ക്ലിയറാണ്. കാരണം മറ്റൊരു പാർട്ടിയിലേക്ക് പോയില്ലെങ്കിലും സ്വതന്ത്രനായി മത്സരിക്കുന്നതിൽ തടസ്സമില്ലല്ലോ. കോൺഗ്രസ് ജി സുധാകരനെ പ്രതീക്ഷിക്കുന്നുണ്ട് അമ്പലപ്പുഴയിൽ എന്നുള്ളതാണ്. നിലവിൽ CPIM-ന്റെ സംഘടനാ സംവിധാനത്തിനകത്തുള്ള ചർച്ചകളാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപ്രകാരം അമ്പലപ്പുഴയിൽ H സലാമാണ് സ്ഥാനാർത്ഥി. സ്മൃതി, അവിടെ അമ്പലപ്പുഴയിൽ CPIM-ന്റെ സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ മത്സരിക്കും എന്നൊരു പ്രതീക്ഷ ജി പുറത്തിറക്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് ജി സുധാകരനോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ജി സുധാകരൻ ഇല്ലാത്ത സ്ഥാനാർത്ഥി പട്ടിക CPIM പുറത്തിറക്കിയാൽ അതിന് പിന്നാലെ അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കോൺഗ്രസ് റെഡിയാണ്, UDF റെഡിയാണ് ജി സുധാകരനെ പിന്തുണക്കാൻ. അങ്ങനെ സംഭവിച്ചാൽ അത് CPIM-ന് ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് പോകാതിരിക്കാനാണ് CPIM നേതൃത്വം ജി സുധാകരനെ അനുനയിപ്പിക്കാൻ നോക്കുന്നത്. മുഖ്യമന്ത്രി പിണക്കം മാറ്റുമോ എന്നുള്ളതാണ് ഇനി കാത്തിരിക്കുന്ന കൗതുകം. ശരി പ്രസാദ്, എന്തായാലും ജി സുധാകരന്റെ തീരുമാനമെന്ത് എന്നറിയാൻ അല്പം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്.